Hi students, welcome to the class of Corporate Regulations and Administration. Today we are going to discuss about the second stages in the formation of company, that is registration or incorporation. As we already discussed about what are the various stages involved in the formation of company, it involves first one promotion, second one registration or incorporation, third one raising of capital or capital subscription stage, and last one commencement of business. We already discussed about promotion of the company. Then second one incorporation of a company. Firstly, what is the meaning of the term incorporation or registration of a company? The incorporation of a company refers to the legal process that is used to form a corporate entity or a company. ഒരു കമ്പനി ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി ലീഗലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന ടൈം കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ലീഗൽ പ്രോസസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഫോം എ കമ്പനി. An incorporated company is a separate legal entity on its own recognized by the law. Law അനുസരിച്ച് ആസ് പെർ ലോ ഇൻകോർപ്പറേറ്റഡ് ഓർ രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു കമ്പനി എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതിനൊരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഓർ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. ദ ഓണർ ആൻഡ് ദ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആസ് പെർ ലോ. These corporations can be identified with the terms like incorporation or limited or private limited in their names. ഏത് ടൈപ്പ് കമ്പനിയാണോ ഫോം ചെയ്യുന്നത്, കോർപ്പറേഷനാണോ ഫോം ചെയ്യുന്നത്, ആ ഒരു കോർപ്പറേഷനെ അല്ലെങ്കിൽ കമ്പനി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അതിൻ്റെ നെയിം ഓഫ് ദ കമ്പനിയുടെ കൂടെ എന്താണ് ലിമിറ്റഡ് ഓർ പ്രൈവറ്റ് ലിമിറ്റഡ്, അങ്ങനെ ആസ് ദ കേസ് മേ ബി, ആ ഒരു വേർഡ് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിരിക്കും. Then it becomes a corporate legal entity completely separate from its owners. So separate legal existence എൻജോയ് ചെയ്യാനായിട്ട് കമ്പനിക്ക് പറ്റുന്നത് ത്രൂ ഇൻകോർപ്പറേഷനിലൂടെയാണ്. ഇൻകോർപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കണ്ടക്ട് ചെയ്യുന്ന കമ്പനീസിന് മാത്രമാണ്, കോർപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസിന് മാത്രമാണ് ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓണറിനെയും കമ്പനിയും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് വർക്കൗട്ട് ആവുന്നത് ആസ് പെർ ഇൻകോർപ്പറേഷൻ ഓഫ് എ company. Then we are discussing about what are the various steps involved in incorporation of a company. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ മേജർലി എന്തൊക്കെ സ്റ്റെപ്പുകളാണ് അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ അസർട്ടൈനിങ് അവൈലബിലിറ്റി ഓഫ് നെയിം. സെക്കൻഡ് വൺ പ്രിപ്പറേഷൻ ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നെക്സ്റ്റ് വൺ പ്രിൻറ്റിംഗ്, സൈനിങ് ആൻഡ് സ്റ്റാമ്പിംഗ്, വെറ്റിംഗ് ഓഫ് memorandum and articles of association. Next one power of attorney. Next one other documents to be filed with the registrar of companies. Next one statutory declaration in e-form number 1. Next one payment of registration fees followed by certificate of incorporation and at last allotment of CIN, corporate identity number. Let us discuss each steps involved in incorporation of a company. First one ascertaining availability of name. അതായത് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം സ്റ്റെപ്പുകൾ ഇൻവോൾവ് ആണ്. സോ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യല്ലേ ഫോം ചെയ്യുന്നതായിട്ട് റിലേറ്റഡായിട്ട് അതൊരു പബ്ലിക് കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 7 നമ്പർ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ മിനിമം 7 ഓർ മോർ പേഴ്സൺസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി only 2 are needed to form a private company. So various steps are involved in the incorporation of company. First one ascertaining availability of name. The first step in the incorporation of any company is to choose an appropriate name. സോ ഒരു കമ്പനി ഫോം ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ കമ്പനി വൺ ടു ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് നെയിം. കമ്പനി ഒരു അപ്രോപ്രിയേറ്റ് നെയിം ചൂസ് ചെയ്യുക, സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എ കമ്പനി ഈസ് ഐഡൻറ്റിഫൈഡ് ത്രൂ ദ നെയിം ഇറ്റ് രജിസ്റ്റേഴ്സ്. കമ്പനി ഏത് നെയിമാണോ അതിൻ്റെ രജിസ്റ്ററിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ സെലക്ട് ചെയ്യുന്നത് ആ ഒരു നെയിമിലാണ് കമ്പനിയെ പിന്നീട് ഫുള്ള് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ത്രൂ വിച്ച് എ കമ്പനി ഇൻവോൾവ് ഇൻ രജിസ്റ്റേഴ്സ്.
the name of the company is stated in the memorandum of association of the company. അതുകൊണ്ട് തന്നെ നെയിം ക്ലോസ് എന്ന് പറയുന്നത് ഏതിൽ ഇൻവോൾവ് ആണ്? കമ്പനിയുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ ഇൻവോൾവ് ആണ്. The company's name must end with limited if it is a public company and private limited if it is a private company. സോ നെയിമിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട വേർഡുകളാണ് പ്രൈവറ്റ് ഓർ പ്രൈവറ്റ് ലിമിറ്റഡ് ഓർ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ആസ് ദ കേസ് വെദർ ഇറ്റ് ഈസ് എ പ്രൈവറ്റ് കമ്പനി ഓർ ഇറ്റ് ഈസ് എ പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി ആണോ പബ്ലിക് കമ്പനി ആണോ എന്നതിൻ്റെ ബേസിൽ കമ്പനിയുടെ നെയിം എൻഡ് ചെയ്യേണ്ട വേർഡ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ഓർ പ്രൈവറ്റ് ലിമിറ്റഡ് ആസ് ദ കേസ് ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് ആഡ് ചെയ്യേണ്ടതാണ്. സോ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് അസർട്ടൈനിങ് അവൈലബിലിറ്റി ഓഫ് നെയിം എത്രത്തോളം അവൈലബിൾ ആണ് എന്നതിൻ്റെ പാർട്ടായിട്ട്. ഫോർ ദിസ് പർപ്പസ് ദ പ്രൊമോട്ടേഴ്സ് മേ ഗീവ് എ ലിസ്റ്റ് ഓഫ് നെയിംസ് ഇൻ ദ ഓർഡർ ഓഫ് പ്രിഫറൻസ് ടു ദ രജിസ്ട്രാർ. അപ്പോൾ ഏതൊക്കെയാണോ ആ ഒരു പ്രൊമോട്ടേഴ്സിൻ്റെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നെയിം അല്ലെങ്കിൽ അവർക്ക് പ്രിഫറൻസ് ഉള്ള നെയിമിൻ്റെ ഒരു ഓർഡർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിസ്റ്റ് രജിസ്ട്രാറിന് കൊടുക്കുക. ഇഫ് ദ നെയിം ഓഫ് ദ കമ്പനി ഈസ് ഐഡൻറ്റിക്കൽ ഓർ ടു ക്ലോസ്ലി റിസംബ്ലിംഗ് ദ നെയിം ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി ഇറ്റ് മേ നോട്ട് ബി അപ്രൂവ്ഡ്. രജിസ്ട്രാർ അത് റിവ്യൂ ചെയ്യുന്ന ടൈമിൽ കമ്പനി സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനി പ്രിഫറൻസ് കൊടുക്കുന്ന നെയിം എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് കമ്പനീസുമായിട്ട് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ, സെയിം ആണെങ്കിൽ ഓർ ടു ക്ലോസ്ലി റിസംബിൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ പോലും അതെന്ത് ചെയ്യാൻ പറ്റില്ല, രജിസ്ട്രാർ അത് അപ്രൂവ് ചെയ്യില്ല. സോ നെയിം ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത് എപ്പോഴും കമ്പനി ഈസ് ഐഡൻറ്റിഫൈഡ് ത്രൂ ഇറ്റ്സ് നെയിം വിച്ച് ഈസ് ഇൻവോൾവ് ഇൻ ദ രജിസ്റ്റേഴ്സ്. രജിസ്ട്രേഷൻ്റെ പാർട്ടായിട്ട് രജിസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന നെയിം ഏതാണോ ആ ഒരു നെയിമാണ് കമ്പനി എന്ത് ചെയ്യുന്നത് ത്രൂ ദ എൻറ്റയർ ലൈഫ് ഓഫ് ദ കമ്പനിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സോ നെയിം ഓഫ് ദ കമ്പനി ഷുഡ് ബി സ്റ്റേറ്റഡ് ഇൻ ദ മെമ്മോറണ്ടം അസോസിയേഷൻ ഓഫ് ദ കമ്പനി ഓൾസോ. കമ്പനിയുടെ മെമ്മോറണ്ടം അസോസിയേഷനിലും അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. സോ ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് നെയിം ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻവോൾവ്ഡ് ഇൻ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. നെക്സ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. മെയിനായിട്ടും കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഏറ്റവും ബേസിക് ഡോക്യുമെൻ്റ് ആണ്. ഓർ ഫണ്ടമെൻ്റൽ റൂൾസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയാം. നോക്കിക്കോളൂ, ദ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ക്യാൻ ബി റെഫർഡ് ടു ആസ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ റൂൾ ബുക്ക്. കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന, അതായത് എന്താണ്, ദ മെമ്മോറണ്ടം അസോസിയേഷൻ ഈസ് എ ഡോക്യുമെൻ്റ് ആണ്, ഒരു ഡോക്യുമെൻ്റ് ആണ് വിച്ച് കണ്ടെയ്ൻസ് ദ ഫണ്ടമെൻ്റൽ റൂൾസ് റിഗാർഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ എല്ലാ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓൾ ഫണ്ടമെൻ്റൽ റൂൾസ്, ബേസിക് റൂൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. സോ ഇറ്റ് ഈസ് എ ബേസിക് ഡോക്യുമെൻറ്റ് വിച്ച് ലൈസ് ഡൗൺ ഹൗ ദ കമ്പനി ഈസ് ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ്, വാട്ട് വർക്ക് ഇറ്റ് വിൽ അണ്ടർടേക്ക്. കമ്പനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ്, ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കമ്പനി, ഓൾ അതർ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദ കമ്പനി ഈസ് ഇൻക്ലൂഡഡ് ഇൻ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറണ്ടത്തിലാണ് കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മെയിൻ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു നെയിം ക്ലോസ്, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ഒബ്ജക്ട്സ് ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, ഇങ്ങനെ പല വേസിൽ മെമ്മോറണ്ടം അസോസിയേഷനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇതിലെ നെയിം ക്ലോസിനെ പറ്റിയാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഈ നെയിം ക്ലോസിലാണ് കമ്പനി നെയിം ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നെക്സ്റ്റ് വൺ പറയുന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് മെമ്മോറണ്ടം അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇതിൽ മെമ്മോറണ്ടം അസോസിയേഷൻ ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്. അതിനെ സപ്ലിമെൻ്റ് ചെയ്യുന്ന സെക്കൻഡറി ആയിട്ട് വരുന്ന ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈസ് ബേസിക്കലി എ ഡോക്യുമെൻറ്റ് ദാറ്റ് സ്റ്റേറ്റ്സ് റൂൾസ് വിച്ച് ദ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി വിൽ ഫോളോ. അതായത് കമ്പനി ഫോളോ ചെയ്യേണ്ട, ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ്. സോ ദീസ് ആർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എ കമ്പനി ഫ്രെയിംഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫേഴ്സ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ റൈറ്റ്സ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനി മെമ്പേഴ്സിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് മെയിനായിട്ടും എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ള കാര്യങ്ങൾ. ദ ആർട്ടിക്കിൾസ് ആർ ഫ്രെയിംഡ് ഫോർ ക്യാരിങ് ഔട്ട് ദ എയിംസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് ദ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറണ്ടം അസോസിയേഷനിൽ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ഒബ്ജക്ട്സ് ഒക്കെ എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഫ്രെയിം ചെയ്യുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലൂടെയാണ്. സോ രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
മെമ്മോറണ്ടം അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ കണ്ടെയ്ൻസ് ദ ഫണ്ടമെൻ്റൽ കണ്ടീഷൻസ് അപ്പോൺ വിച്ച് ദ കമ്പനി ഈസ് അലൗഡ് ടു ബി ഇൻകോർപ്പറേറ്റഡ്. ദെൻ ആർട്ടിക്കിൾസ് ആർ നെക്സ്റ്റ് ഇൻ ഇമ്പോർട്ടൻസ്. അതിൻ്റെ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ മെമ്മോറണ്ടത്തിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആർട്ടിക്കിളാണ് അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ടും അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആർട്ടിക്കിളിലാണ് അതിനെപ്പറ്റി ക്ലിയറായിട്ട് ക്ലാരിറ്റി കൊടുക്കുന്നത്. ഹൗ ടു ഫങ്ഷൻ, എങ്ങനെ അത് ഫങ്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ ഫ്രെയിം ചെയ്യുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലൂടെയാണ്. ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻവോൾവ് ഇൻ ദ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി. Then third one, printing, signing and stamping, vetting of memorandum and articles of association. അപ്പോൾ മെമ്മോറണ്ടം അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിൽ അത് രണ്ടും എന്ത് ചെയ്യണം? പ്രിൻറ്റിങ്, സൈനിങ് ആൻഡ് സ്റ്റാമ്പിങ് ആൻഡ് വെറ്റിംഗ്, ഈ ഒരു പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുക. മെയിനായിട്ടും ഈ ഒരു കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതിന് കമ്പനി അസിസ്റ്റ് ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആയിരിക്കും. So, the registrar of companies often helps promoters to draw up and draft the memorandum and articles of association. അപ്പോൾ memorandum and articles of association ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൽ, അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഫോം പ്രിപ്പയർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ റോൾ പ്ലേ ചെയ്യുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ്. ബിക്കോസ് ഇത് പ്രൊമോട്ടേഴ്സ് ഹു ഹാവ് നോ പ്രീവിയസ് എക്സ്പീരിയൻസ് ഇൻ ഡ്രാഫ്റ്റിംഗ് ദ മെമ്മോറണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഇതൊന്നും ഓൾറെഡി പ്രൊമോട്ടേഴ്സിനെ സംബന്ധിച്ച് അവരൊരു ന്യൂ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അവർക്ക് അതുമായിട്ട് എക്സ്പീരിയൻസ് ഇല്ലായിരിക്കും. സോ ദീസ് ഫങ്ഷൻസ് ആർ പെർഫോംഡ് ബൈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. മെമ്മോറണ്ടം ആൻഡ് ആർട്ടിക്കിൾസിനെ പ്രിൻറ്റിങ്, സൈനിങ്, സ്റ്റാമ്പിങ്, വെറ്റിംഗ് മീൻസ് ഡീറ്റെയിൽഡ് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, ക്രിട്ടിക്കലായിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ രജിസ്ട്രാറാണ് കണ്ടക്ട് ചെയ്യുന്നത്. രജിസ്ട്രാർ ഈ ഒരു പ്രോസസ്സ് കണ്ടക്ട് ചെയ്തതിന് ശേഷം വൺസ് ദീസ് ഹാവ് ബീൻ വെറ്റഡ് ബൈ ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ദെൻ ദ മെമ്മോറണ്ടം അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ക്യാൻ ബി പ്രിൻറ്റഡ്. അപ്പോൾ അത് ആ പ്രോസസ്സെല്ലാം കറക്റ്റായിട്ട് രജിസ്ട്രാർ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് ഈ രണ്ട് ഡോക്യുമെൻറ്റ്സും പ്രിൻറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. ദ മെമ്മോറണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ആർ കോൺസിക്വൻ്റ്ലി ഡിവൈഡഡ് ഇൻ ടു പാരഗ്രാഫ്സ് ആൻഡ് അറേഞ്ച്ഡ് ക്രോണോളജിക്കലി. അപ്പോൾ എങ്ങനെ നല്ല പ്രോപ്പറായിട്ട് ഒരു മെമ്മോറണ്ടം ആർട്ടിക്കിൾസ് അസോസിയേഷൻ അറേഞ്ച് ചെയ്യണം, അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സജഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് രജിസ്ട്രാറിന് കഴിയും. ദ ആർട്ടിക്കിൾസ് ഹൗ ടു ബി ഇൻഡിവിജ്വലി സൈൻഡ് ബൈ ഈച്ച് സബ്സ്ക്രൈബർ ഓർ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് എ വിറ്റ്നസ്, അതർവൈസ് ഇറ്റ് വിൽ നോട്ട് ബി വാലിഡ്. അപ്പോൾ ആർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്തിരിക്കണം? അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പേഴ്സൺസ്, കമ്പനിയുടെ മെമ്പേഴ്സ് എത്ര പേരാണോ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പബ്ലിക് കമ്പനിയുടെ കേസിൽ മിനിമം 7 ആണ്, പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ മിനിമം 2 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആരൊക്കെയാണോ ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ സബ്സ്ക്രൈബേഴ്സ് അവരെന്ത് ചെയ്തിരിക്കണം? ഇൻ ദ പ്രസൻസ് ഓഫ് വിറ്റ്നസ് അത് സൈൻ ചെയ്തിരിക്കണം, അതർവൈസ് ഇതൊന്നും വാലിഡ് ആയിരിക്കത്തില്ല. സോ നമ്മൾ തേർഡ് പോയിന്റ് പറയുന്നത് പ്രിൻറ്റിങ്, സൈനിങ് ആൻഡ് സ്റ്റാമ്പിങ്, വെറ്റിംഗ് ഓഫ് മെമ്മോറണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നെക്സ്റ്റ് വൺ, പവർ ഓഫ് അറ്റോർണി. Power of attorney will have the authority to act on behalf of the company and its promoters. പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ്? ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി ആൻഡ് ഇറ്റ്സ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സിനും കമ്പനിക്കും പകരമായിട്ട് അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള റൈറ്റ്, അതോറിറ്റി ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പവർ ഓഫ് അറ്റോർണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് മേക്സ് ചേഞ്ചസ് ഇൻ ദ മെമ്മോറണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് and moreover other documents that have been filed with the registrar. രജിസ്ട്രാറിൻ്റെ മുന്നിൽ ധാരാളം ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫയൽ ചെയ്യാനുണ്ട്. അതുൾപ്പെടെ അല്ലെങ്കിൽ മെമ്മോറണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഉൾപ്പെടെ കാര്യങ്ങൾ ചേഞ്ചസ് വരുത്താനുള്ള അധികാരമാണ്, പവറാണ് ത്രൂ പവർ ഓഫ് അറ്റോർണിയിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ടു ഫുൾഫിൽ ദ ലീഗൽ ആൻഡ് കോംപ്ലക്സ് ഡോക്യുമെൻറ്റേഷൻ ഫോർമാലിറ്റീസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി, the promoter may then employ an attorney who will have the authority to act on behalf of the company and its promoters. അപ്പോൾ കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന് വേണ്ടി ഈ ഒരു ലീഗൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫോർമാലിറ്റീസ് ഓഫ് ഇൻകോർപ്പറേഷൻ എല്ലാം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അപ്പോയിൻ്റ് ചെയ്യുന്ന പേഴ്സൺസിനെയാണ് ഒരു അറ്റോർണിയെ അപ്പോയിൻ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊമോട്ടർ അങ്ങനെ അപ്പോയിൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അറ്റോർണിയാണ് പവർ ഓഫ് അറ്റോർണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ലീഗൽ ആൻഡ് കോംപ്ലക്സ് ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയേഴ്സ് ആൻഡ് ഫോർമാലിറ്റീസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് പ്രൊമോട്ടർ മേ എംപ്ലോയ് ആൻ അറ്റോർണി
who will have the authority to act on behalf of the company and its promoters. കമ്പനിക്കും പ്രൊമോട്ടേഴ്സിനും പകരമായിട്ട് ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ലീഗൽ ഫോർമാലിറ്റീസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അപ്പോയിൻ്റ് ചെയ്യുന്ന പേഴ്സണാണ് പവർ ഓഫ് അറ്റോർണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ എന്തിനുള്ള റൈറ്റാണ് കൊടുക്കുന്നത്? കമ്പനി ആൻഡ് പ്രൊമോട്ടേഴ്സിന് വേണ്ടി ആക്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അതോറിറ്റിയും ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? അറ്റോർണി ആരാണോ അതിലെ ആ ഒരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് next step involved in incorporation is other documents to be filed with the registrar of companies. അപ്പോൾ ഇത് കൂടാതെ പല ഡോക്യുമെൻറ്റ്സും രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്യാനുണ്ട്. അതിൽ മേജർ വൺ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ഈ ഫോം നമ്പർ 32. പല ഫോമിൻ്റെ നമ്പർ എന്താണെന്നുള്ളതൂടെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ദ ഫസ്റ്റ് ഫോം ഈസ് കൺസെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. അവിടെ ഡയറക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന ആളുകളുടെ കൺസെൻറ്റ്, സമ്മതം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ആണ്. അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് മുന്നിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ ഫോം നമ്പർ 18 ഡീൽസ് വിത്ത് നോട്ടീസ് ഓഫ് രജിസ്റ്റേർഡ് അഡ്രസ്. അതായത് കമ്പനിയുടെ ഒരു രജിസ്റ്റേർഡ് ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വരെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കറസ്പോണ്ടൻസ് അഡ്രസ്സ് എന്താണ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്താണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ഡോക്യുമെൻറ്റ് ഫയൽ ചെയ്തിരിക്കണം. തേർഡ് വൺ ഡീൽസ് വിത്ത് ഈ ഫോം നമ്പർ 32 കണ്ടെയ്ൻസ് ഡാറ്റാസ് റിലേറ്റഡ് ടു പർട്ടിക്കുലേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പർട്ടിക്കുലേഴ്സ്, ദാറ്റ് മീൻസ് നെയിം, സർനെയിം, ഫാമിലി നെയിം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫോമാണ് ഫോം നമ്പർ 32 ഡീൽസ് വിത്ത് പർട്ടിക്കുലേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വേരിയസ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. മേജർ വൺസ് മാത്രം ഇപ്പോൾ പറഞ്ഞു. ദ വേരിയസ് ഡോക്യുമെൻറ്റ്സ് ടു ബി ഫയൽഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇൻക്ലൂഡ്സ് കൺസെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്, നോട്ടീസ് ഓഫ് രജിസ്റ്റേർഡ് അഡ്രസ്, particulars of directors, etc. Next one, statutory declaration in e-form number 1. e-form number 1 അനുസരിച്ച് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷനും കൂടെ എന്ത് ചെയ്തിരിക്കണം? ഫുൾഫില്ല് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതുകൂടെ എഗ്രി ചെയ്തിരിക്കണം. സോ ഈ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷനിൽ പറയുന്നത് ഇതാണ്. എന്താണ്? ദിസ് ഡിക്ലറേഷൻ ഫർദർ മോർ സ്റ്റേറ്റ്സ് ദാറ്റ്, ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, all the requirements of the Companies Act and the rules thereunder have been complied with respect of and matters precedent and incidental thereto. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഇൻകോർപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ റിക്വയർമെൻറ്റ്സും എല്ലാ റൂൾസും ഫോളോ ചെയ്ത് തന്നെയാണ് ഈ ഒരു പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത് എന്നൊരു ഡിക്ലറേഷനാണ് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ കണ്ടെയ്ൻഡ് ഇൻ ഈ ഫോം നമ്പർ 1 പറയുന്നത്. അതും അങ്ങനെ ഒരു ഡിക്ലറേഷനും എന്ത് ചെയ്തിരിക്കണം? പ്രൊവൈഡ് ചെയ്തിരിക്കണം ആസ് എ പാർട്ട് ഓഫ് ഇൻകോർപ്പറേഷൻ്റെ പാർട്ടായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, 7th വൺ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ടു ബി ഫയൽഡ് വിത്ത് ദ രജിസ്ട്രാർ. അപ്പോൾ രജിസ്ട്രാറിൻ്റെ മുന്നിൽ ഫയൽ ചെയ്യേണ്ട കുറേ ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ പറഞ്ഞു, അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഓൾറെഡി പറഞ്ഞ കൂട്ടത്തിൽ വാട്ട് ആർ ദ വേരിയസ് ഡോക്യുമെൻറ്റ്സ് ടു ബി ഫയൽഡ് വിത്ത് രജിസ്ട്രാർ എന്നുള്ളത് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ മെയിനായിട്ടും ഫയൽ ചെയ്യേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് ഓർ ഫണ്ടമെൻ്റൽ റൂൾസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ തന്നെയാണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് അതിൻ്റെ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. ഫസ്റ്റ് ഡോക്യുമെൻറ്റ്സ് ടു ബി ഫയൽഡ് വിത്ത് രജിസ്ട്രാർ എന്ന് പറയുന്നത് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി ഡ്യൂലി സൈൻഡ്. നെക്സ്റ്റ് വൺ, ഡിക്ലറേഷൻ ഫ്രം ദ പ്രൊഫഷണൽ ആളുകൾ ആരൊക്കെയാണ്? അഡ്വക്കേറ്റ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഓർ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് ഹൂ ഈസ് എൻഗേജ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കമ്പനി ഓർ ബൈ എ പേഴ്സൺ നെയിംഡ് ഇൻ ദ ആർട്ടിക്കിൾസ്. അതായത് ആർട്ടിക്കിൾസിൽ ഈ പറയുന്ന പേരിൽ പറയുന്ന ആളുകളുമാകാം, ഡയറക്ടർ, മാനേജർ ഓർ സെക്രട്ടറി ഓഫ് ദ കമ്പനി. അപ്പോൾ ഇങ്ങനെ പറയുന്ന ആളുകളുടെ എല്ലാം ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്തിരിക്കണം രജിസ്ട്രാറിൻ്റെ മുന്നിൽ. സോ ഡിക്ലറേഷൻ ഫ്രം ദ പ്രൊഫഷണൽ പേഴ്സൺസ് ആരൊക്കെയാണ്? ഡയറക്ടേഴ്സ് ആരാ, മാനേജേഴ്സ് ഓർ കമ്പനി സെക്രട്ടറീസ്, ഇങ്ങനെയുള്ള പ്രൊഫഷണൽ പേഴ്സൺസിൻ്റെ ഒരു ഡിക്ലറേഷനും രജിസ്ട്രാറിൻ്റെ മുന്നിൽ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, അഫിഡവിറ്റ് ഫ്രം ദ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം. മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്യുന്ന പേഴ്സൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് ഓഫ് മെമ്മോറാണ്ടം മീൻസ് ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്. കമ്പനി ഫോം ചെയ്യുന്നത് പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മിനിമം 7 പേഴ്സൺസ് ആണ് അവിടുത്തെ മിനിമം നമ്പർ ഓഫ്
സബ്സ്ക്രൈബേഴ്സ് ടു മെമ്മോറണ്ട എന്ന് പറയുന്നത്. പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ മിനിമം 2 persons ആണ്, OPC 1 person കമ്പനിയുടെ കേസിൽ 1 person ആണ്. സോ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിട്ടേൺ ഡോക്യുമെൻറ്റ് ബൈ അഫർമേഷൻ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ എവിഡൻസ് ഇൻ കോർട്ട്. അതായത് ഒരു സത്യവാങ്മൂലം പ്രൊവൈഡ് ചെയ്തിരിക്കണം. സബ്സ്ക്രൈബേഴ്സ് മെമ്മോറണ്ടത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ആ ഒരു മെമ്മോറണ്ടത്തിലെ സബ്സ്ക്രൈബേഴ്സായിട്ട് ആരുടെയൊക്കെ പേരാണോ ആഡ് ചെയ്തിരിക്കുന്നത്, മെയിൻലി ഫസ്റ്റ് ഡയറക്ടേഴ്സായിട്ടൊക്കെ ആരുടെ പേരാണോ ആർട്ടിക്കിൾസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ളവരുടെ ഒരു സത്യവാങ്മൂലം അല്ലെങ്കിൽ ഒരു അഫിഡവിറ്റ് ഇതിൻ്റെ കൂടെ ഫയൽ ചെയ്തിരിക്കണം, എൻ്റെ രജിസ്ട്രാറിൻ്റെ മുന്നിൽ ഫയൽ ചെയ്തിരിക്കണം. അതിൽ മെയിനായിട്ടും പറയേണ്ടത് ഹീ ഈസ് നോട്ട് കൺവിക്റ്റഡ് ഓഫ് എനി ഒഫൻസ് ഇൻ കണക്ഷൻ വിത്ത് ദ പ്രൊമോഷൻ, ഫോർമേഷൻ ഓഫ് ഓർ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിലൊന്നും എന്താണ് ഒരു ഒഫൻസും വരുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് അല്ലെങ്കിൽ ഫ്രോഡ് ആക്ടിവിറ്റീസിലോ ഒരു മിസ്ലീഡിങ് ആക്ടിവിറ്റീസിലോ എൻ്റർ ആയിട്ടില്ല. ഫുൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫയൽ ചെയ്തിരിക്കുന്നത് വളരെ ആപ്റ്റാണ്. ഇൻഫർമേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ആൻഡ് ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് ഹിസ് നോളജ് ആൻഡ് ബിലീഫ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു അഫിഡവിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, the address for correspondence till its registered office is established. അപ്പോൾ കമ്പനിയുടെ ഒരു രജിസ്റ്റേർഡ് ഓഫീസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വരെ കമ്പനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കത്തിടപാടുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി എന്താണോ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ അഡ്രസ്സും അതിൻ്റെ കൂടെ രജിസ്ട്രാറിൻ്റെ മുന്നിൽ ഒരു ഡോക്യുമെൻ്റായിട്ട് ഫയൽ ചെയ്തിരിക്കണം. ദ അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ് ടിൽ ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. നെക്സ്റ്റ് വൺ, പർട്ടിക്കുലേഴ്സ് ഓഫ് സബ്സ്ക്രൈബേഴ്സ്. അതേപോലെ സബ്സ്ക്രൈബേഴ്സ്, മെമ്മോറണ്ട അസോസിയേഷൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണോ ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാ പർട്ടിക്കുലേഴ്സ് ഡീറ്റെയിൽസും. ഇറ്റ് ഇൻവോൾവ്സ് നെയിം ഓഫ് ദ പർട്ടിക്കുലേഴ്സ്, നെയിം ആകാം, അല്ലെങ്കിൽ സർനെയിം ആകാം, ഫാമിലി നെയിം ആകാം, റെസിഡൻഷ്യൽ അഡ്രസ് ആകാം, നാഷണാലിറ്റി ആകാം, or other particulars of every subscribers to the memorandum along with പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി. അവരുടെ പ്രൂഫ് ഐഡൻറ്റിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പർട്ടിക്കുലേഴ്സ് ഓഫ് സബ്സ്ക്രൈബേഴ്സിൽ എന്ന് പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, പർട്ടിക്കുലേഴ്സ് ഓഫ് ഫസ്റ്റ് ഡയറക്ടേഴ്സ്. അതായത് പേഴ്സൺസ് മെൻഷൻഡ് ഇൻ ദ ആർട്ടിക്കിൾസ് ആസ് ഫസ്റ്റ് ഡയറക്ടേഴ്സ്. ആർട്ടിക്കിൾസ് അസോസിയേഷനിലാണ് ഡയറക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ് ആരുടെയൊക്കെ പേരാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അവരുടെ എല്ലാം ഡീറ്റെയിൽസ് പർട്ടിക്കുലേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ അവരുടെ നെയിം ആകാം, ദർ നെയിംസ് ഇൻക്ലൂഡിങ് സർ നെയിംസ്, ഫാമിലി നെയിംസ്. ഡയറക്ടറിൻ്റെ കേസ് ആകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന DIN, ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ആൻഡ് റെസിഡൻഷ്യൽ അഡ്രസ്, നാഷണാലിറ്റി, ഇങ്ങനെയുള്ള പർട്ടിക്കുലേഴ്സ് എല്ലാം വിത്ത് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി സബ്മിറ്റ് ചെയ്തിരിക്കണം, ഫയൽ ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, പവർ ഓഫ് അറ്റോർണി. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പവർ ഓഫ് അറ്റോർണി റിലേറ്റഡ് ആയിട്ട് ഉള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും രജിസ്ട്രാറിൻ്റെ മുന്നിൽ ഫയൽ ചെയ്തിരിക്കണം. ഇതൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് പോയിൻ്റ് ഔട്ട് ചെയ്തേ ഉള്ളൂ ഏതൊക്കെയാണ് രജിസ്ട്രാറിൻ്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഫയലുകളെന്ന്. നെക്സ്റ്റ് വൺ, നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി ഇൻകോർപ്പറേഷൻ ഓർ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളാണ്. 7th പോയിൻ്റ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഫീസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫയലുകളും ഓൾറെഡി ഇപ്പോൾ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റ്സും ഫയൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുമായിട്ട് ഇൻകോർപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ എത്രയാണോ അത് പേ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ്. A prescribed fee is to be paid to the registrar of companies during the course of incorporation. It depends on the nominal capital of the companies which have share capital. കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ ഉള്ള കേസിൽ അതിൻ്റെ ബേസിൽ ആ നോമിനൽ ഷെയർ ക്യാപിറ്റലിൻ്റെ ബേസിലൊക്കെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീ എത്രയാണോ പറയുന്നത് അത് ആർക്ക് പേ ചെയ്തിരിക്കണം, കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഇൻകോർപ്പറേഷൻ പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നതാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു സർട്ടിഫിക്കറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാ ഫോർമാലിറ്റീസും കമ്പനി ഫുൾഫില്ല് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നെയിം ഓഫ് ദ കമ്പനി സെലക്ട് ചെയ്യുന്നത് തൊട്ട് ഇപ്പോൾ പറഞ്ഞ വേരിയസ് ഡോക്യുമെൻറ്റ്സ് രജിസ്ട്രാറിൻ്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു അറ്റൈൻ ദിസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ഈ റിക്വസൈറ്റ് പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫയൽ ചെയ്യുന്നത്. സോ നോക്കിക്കോളൂ, ഇഫ് ദ രജിസ്ട്രാർ ഈസ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ദാറ്റ് ഓൾ റിക്വയർമെൻറ്റ്സ് ഹാവ് ബീൻ ഫുൾഫിൽഡ് ബൈ ദ കമ്പനി ദാറ്റ് ഈസ് ബീയിങ് ഇൻകോർപ്പറേറ്റഡ്. അപ്പോൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന
ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി ഓൾറെഡി സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻസിലൂടെ എല്ലാ ലോസ് ആൻഡ് റൂൾസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓൾ ദ റിക്വയർമെൻറ്റ്സ് ആർ സാറ്റിസ്ഫൈഡ് എന്ന് സബ്മിറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈഡ് ആണെന്ന് രജിസ്ട്രാർ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് ദെൻ ഹി വിൽ രജിസ്റ്റർ ദ കമ്പനി ആൻഡ് ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെന്ന് ഉണ്ടെങ്കിൽ ദെൻ രജിസ്ട്രാർ ആണ് എന്ത് ചെയ്യുന്നത്, കമ്പനിയുടെ നെയിം രജിസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യും. അല്ലെങ്കിൽ കമ്പനിക്ക് ഒരു രജിസ്ട്രേഷൻ്റെ കൊടുക്കുന്നതിൻ്റെ പാർട്ടായിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യും. As a result, the incorporation certificate provided by the registrar is definite proof that all requirements of the act have been met. ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഫോർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലോസ് ആൻഡ് റെഗുലേഷൻസും ഫുൾഫിൽ ചെയ്തു, അല്ലെങ്കിൽ കമ്പനീസ് ആക്റ്റിൽ പറയുന്നത് എല്ലാ റിക്വയർമെൻറ്റ്സും ഫുൾഫിൽഡ് ആണ്, സാറ്റിസ്ഫൈഡ് ആണ് എന്നൊരു പ്രൂഫാണ് എന്തിലൂടെ കിട്ടുന്നത്, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിലൂടെ രജിസ്ട്രാർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ്റെ മീനിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാ ഡോക്യുമെൻറ്റ്സും ഫയൽ ചെയ്തതിന് ശേഷം ഇഫ് ദ രജിസ്ട്രാർ satisfy himself that the statutory requirements regarding the registration have been duly complied with, then he issued a certificate of incorporation. By issuing certificate of incorporation, the registrar assures that the company is incorporated. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ രജിസ്ട്രാർ പറയുന്ന കാര്യം എന്താണ്, അഷ്വർ ചെയ്യുന്ന കാര്യം എന്താണ്, ദ കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ്, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു എന്നൊരു മീനിങ് ആണ് അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ്റെ ഫോർമാറ്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്നതാണ്. ഒരു പർട്ടിക്കുലർ കമ്പനി രജിസ്റ്റർ ചെയ്തു, ഇന്ന ഡേറ്റിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ് അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിന് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫയൽ ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം വരുന്നൊരു പോയിൻ്റാണ് അലോട്ട്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ എന്ന് പറയുന്നത്. അലോട്ട്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് സെക്ഷൻ 7 സബ്സെക്ഷൻ 3 ഇതിനെപ്പറ്റി ഡീൽ ചെയ്യുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓൺ ആൻഡ് ഫ്രം ദ ഡേറ്റ് mentioned in the certificate of incorporation issued, the registrar shall allot to the company a corporate identity number, which shall be a distinct identity for the company and which shall also be included in the certificate. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ രജിസ്ട്രാർ ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞു. ആ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ, ഒരു CIN എന്ന് പറയുന്ന ഒരു നമ്പർ ആഡ് ചെയ്തിരിക്കും സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ. സോ അത് സ്റ്റേറ്റ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ഓൺ ആൻഡ് ഫ്രം ദ ഡേറ്റ് മെൻഷൻഡ് ഇൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ രജിസ്ട്രാർ ഷാൽ അലോട്ട് ദ കമ്പനി എ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ വിച്ച് ഷാൽ ബി എ ഡിസ്റ്റിങ്ക്റ്റ് ഐഡൻറ്റിറ്റി ഫോർ ദ കമ്പനി. അപ്പോൾ ഓരോ കോർപ്പറേറ്റിനെ സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന നമ്പറാണ് കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ എന്ന് പറയുന്നത്. ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അറ്റ് ദ ടൈം ഓഫ് പ്രൊവൈഡിങ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ടൈമിൽ രജിസ്ട്രാറാണ് ആ ഒരു നമ്പരും ആ ഒരു ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ ആഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓൺ ഓർ ആഫ്റ്റർ ദ ഡേറ്റ് ഓർ ഓൺ ഓർ ഫ്രം ദ ഡേറ്റ് മെൻഷൻഡ് ഇൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂഡ് എന്താണ് ഡീൽ ചെയ്യുന്നത്? വിച്ച് ഷാൽ ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദ സർട്ടിഫിക്കറ്റ് ഷോസ് ദാറ്റ് ദ കമ്പനി ഹാസ് സെപ്പറേറ്റ് ഓർ ഡിസ്റ്റിങ്ക്റ്റ് ഐഡൻറ്റിറ്റി ഫ്രം അതർ കമ്പനീസ്. കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നമ്പറാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നോക്കിക്കോളൂ, നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ്റെ ഫോമിൽ ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ എന്ന് പറയുന്ന ഒരു ID നമ്പർ ഓരോ കോർപ്പറേറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ CIN എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പറാണ്. അതിലൂടെ മെയിനായിട്ട് ചെയ്യുന്നത് ദ രജിസ്ട്രാർ ഷാൽ അലോട്ട് ടു ദ കമ്പനി എ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ വിച്ച് ഷാൽ ബി എ ഡിസ്റ്റിങ്ക്റ്റ് ഐഡൻറ്റിറ്റി ഫോർ ദ കമ്പനി. സോ ദിസ് നമ്പർ ഷാൽ ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ അതും ആഡ് ചെയ്തിട്ടുണ്ടാകും. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വാട്ട് ആർ ദ മേജർ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ
ഇൻകോർപ്പറേഷൻ ഓർ രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ഓർ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ്, ഏതൊക്കെ സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.